എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ RPF എക്സാമിന് വേണ്ടിയിട്ട് ബയോളജിയുടെ ഒരു ക്ലാസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ബയോളജിയുടെ ക്ലാസ്സുകൾ നമ്മളൊരു ഓർഡറിൽ പോകുന്നുണ്ട്. ജനറൽ സയൻസ് എല്ലാം നമ്മൾ ഓർഡറിൽ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് എല്ലാം റെഗുലർ ആയിട്ട് കണ്ടിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. ഇതേപോലെ ഓൺലൈനിൽ നമ്മുടെ യൂട്യൂബിൽ ഫ്രീ ക്ലാസ്സസ് അവൈലബിൾ ആണ്. കുറച്ചും കൂടി നമുക്ക് ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ വേയിൽ ഒരു ഗൈഡൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം. ഓൺലൈൻ കോഴ്സുകളാണെങ്കിൽ അതിന്റെ ലൈവ് സെഷൻസും ഒക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് നോക്കാം. ബയോളജിയുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്ലാസ് കഴിയുമ്പോൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി നമുക്ക് നോക്കണം. അത് എത്ര പാർട്ടായിട്ട് നമുക്ക് എത്രത്തോളം നമുക്ക് ഇത് ഈസി ആയിട്ട് പഠിക്കാം അത്രത്തോളം ഈസി ആയിട്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ് ഹോർമോൺ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും ഈ ഹോർമോൺസിന്റെ വേരിയേഷൻസ്. അപ്പൊ എന്താണ് ഹോർമോൺസ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇവർക്ക് സെക്രേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോർമോൺസുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഹോർമോൺസുകൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവരും നോൺ ന്യൂട്രിയൻസ് ആയിട്ടുള്ള കെമിക്കൽസുകളാണ്. ന്യൂട്രിയൻസ് ഒന്നും ഇല്ലാത്ത കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. സെല്ലിൽ നിന്നും സെല്ലിലോട്ട് മെസ്സേജുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന മെസ്സഞ്ചേഴ്സ് ആണ് ആക്ച്വലി ആരെന്ന് പറയുന്നത് ഈ ഒരു ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പം കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഇതിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിൽ ഹോർമോൺസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ എഴുതുക. കാരണം കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹോർമോൺസുകളാണ്. ഹോർമോൺസുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകളെയാണ് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡുകളും അവരുടെ സെക്രീഷൻസും ആ ഹോർമോൺസ് എവിടെയാണ് വർക്ക് ചെയ്യുന്നതും എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നോക്കാം. എൻഡോക്രൈൻ സിസ്റ്റം നിർമ്മിച്ചിരിക്കുന്ന ഓർഗൻസിനെ നമ്മൾ ഗ്ലാൻഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഗ്ലാൻഡുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഗ്രന്ഥികൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. കഴിഞ്ഞ ലൈവിലും മറ്റോ കുട്ടികളെ റെയിൽവേ എക്സാമിന്റെ മലയാളം ക്ലാസ് അല്ലെങ്കിൽ മലയാളം എക്സാം എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം പറ്റുന്ന വാക്കുകളെല്ലാം മലയാളത്തിലും കൂടി പറയാൻ ശ്രമിക്കാം. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ച് ഇംഗ്ലീഷ് വാക്കുകൾ കൂടി പഠിക്കുന്നത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്കത് ജസ്റ്റ് അത് അറിയാവുന്ന വാക്കുകളൊക്കെ ഞാൻ അത് മലയാളത്തിൽ കൂടി പറഞ്ഞു തരാൻ ശ്രമിക്കാം. അപ്പൊ ഗ്ലാൻസ് എന്ന് പറയുന്നത് ഗ്രന്ഥിയാണ് അല്ലെ. ഗ്ലാൻസ് രണ്ട് ടൈപ്പ് ഗ്ലാൻസുകളുണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻഡുകളുമുണ്ട്, അതേപോലെ തന്നെ എക്സോക്രൈൻ ഗ്ലാൻഡുകളുമുണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻഡുകളുണ്ട്, എക്സോക്രൈൻ ഗ്ലാൻഡുകളുണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന് പറഞ്ഞാൽ ഡക്റ്റുകൾ ഇല്ലാത്ത ഗ്ലാൻഡുകളാണ്. അതിനെ നമുക്ക് ഡക്റ്റ് ലെസ് ഗ്ലാൻഡുകൾ എന്ന് പറയാം. എക്സോക്രൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡക്റ്റഡ് ഗ്ലാൻഡ് ആണ്. ഡക്റ്റഡ് ഗ്ലാൻഡ് ആണ്, അതായത് കുഴലില്ലാത്ത ഗ്ലാൻഡും കുഴല് ഉള്ള ഗ്ലാൻഡും. ഇപ്പൊ കുഴല് ഉണ്ട് എന്ന് പറയുമ്പോൾ ഗ്ലാൻഡുകളൊക്കെ എല്ലാം സെക്രീഷൻസ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷൻസ് ഡക്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലോട്ട് പോവുകയും അവിടെ നിന്ന് എങ്ങോട്ടാണോ അതിന് പോകേണ്ടത് അത് ബ്ലഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ടാർഗറ്റിലോട്ട് എത്തുന്നത്. മനസ്സിലായോ? അതേ സമയത്ത് എക്സോക്രൈൻ ഗ്ലാൻഡുകൾക്ക് അത്രയും ഡിഫിക്കൽട്ട് ഇല്ല. അവർക്കൊരു ഡക്റ്റ് ഉണ്ടാവും. ആ ഡക്റ്റിലൂടെ എവിടെയാണോ അവരുടെ ടാർഗറ്റ് അങ്ങോട്ട് അവർ മൂവ് ചെയ്യും. ഇനിയും എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെ സെക്രീഷൻസിനെ നമ്മൾ ഹോർമോൺസ് എന്നാണ് പറയുന്നതെങ്കിൽ എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷൻസിൽ മെയിൻ ആയിട്ട് കാണുന്ന ആൾക്കാരാണ് എൻസൈംസ്. നോക്കിക്കേ, ഹോർമോൺസുകളും എൻസൈംസുകളും. ഹോർമോൺസുകൾ എന്ന് പറഞ്ഞാൽ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് ഹോർമോൺസ്. എൻസൈംസുകൾ എന്താണ്? ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളെയാണ് നമ്മൾ എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പം എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഹോർമോൺസിനെ പറ്റിയാണ്. അവര് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. നമ്മൾ എക്സോക്രൈനും കൂടി അറിഞ്ഞിരിക്കണം. എക്സോക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡക്റ്റഡ് ഗ്ലാൻഡുകളാണ്, എൻസൈംസുകളെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻസൈംസുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ഒരു റിയാക്ഷന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് ഈ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. സോ എൻസൈം എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുന്ന ആൾക്കാരെയാണ് നമ്മൾ എൻസൈംസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ എൻസൈം എന്താണെന്നോ അല്ലെങ്കിൽ ഹോർമോൺസ് എന്താണെന്നോ ഏതെങ്കിലും ഒരു എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ
ഈ രണ്ട് കാര്യങ്ങളും ഓർത്ത് വെച്ചു. എൻസൈംസുകൾ അല്ലെങ്കിൽ എക്സോക്രൈൻ ഗ്ലാൻഡുകളുടെ എക്സാമ്പിൾ സലൈവറി ഗ്ലാൻഡ് ഉണ്ട്, ലിവർ ഉണ്ട്. ലിവർ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ് ലിവർ എന്ന് പറയുന്നത്. അപ്പൊ ലിവർ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്ക്, ഇതെല്ലാം എന്താണ് എൻസൈംസുകളെ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ഇൻഡസ്റ്റൈന്, ഇതെല്ലാം എന്താണ് എക്സോക്രൈൻ ഗ്ലാൻഡുകൾ ആണ്. കാര്യം അവർക്ക് എൻസൈംസുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകളുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ തൈറോയിഡ് ഉണ്ട്, അതുപോലെ തന്നെ പീനിയൽ ഉണ്ട്, പിറ്റ്യൂട്ടറി ഉണ്ട്. അങ്ങനെ കുറെ ഗ്ലാൻഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇത് എവിടെയൊക്കെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കുറെ സ്ഥലത്തുണ്ട്. നമ്മുടെ ബ്രെയിനിലുണ്ട്, നെക്കിലുണ്ട്, അതുപോലെ തന്നെ കിഡ്നിയുടെ മുകളിലുണ്ട്, പാൻക്രിയാസിലുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഈ ഒരു എൻഡോക്രൈൻ സിസ്റ്റത്തില് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, എന്തൊക്കെ വർക്കാണ് എൻഡോക്രൈൻ സിസ്റ്റം നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ബോഡിയിൽ എൻഡോക്രൈൻ സിസ്റ്റം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റബോളിസം, അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസുകളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് എൻഡോക്രൈൻ സിസ്റ്റമാണ്. അതേപോലെ തന്നെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും സഹായിക്കുന്നത് എൻഡോക്രൈൻ സിസ്റ്റമാണ്. നമ്മുടെ ബോഡിയിൽ ഗ്രോത്തിനെയും അതുപോലെ ഡെവലപ്മെന്റിനെയും സഹായിക്കുന്നത് എൻഡോക്രൈൻ സിസ്റ്റമാണ്. സെക്ഷൽ ഫംഗ്ഷനെയും റീപ്രൊഡക്ഷനെയും സഹായിക്കുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. സെക്ഷൽ ഫംഗ്ഷനെയും റീപ്രൊഡക്ഷനെയും സഹായിക്കുന്നു. അതേപോലെ തന്നെ ഹാർട്ട് റേറ്റ്, നമ്മുടെ ഹൃദയമിടിപ്പ് കൺട്രോൾ ചെയ്യുന്നത് ചില ഹോർമോൺസുകളാണ്. അപ്പൊ അത് എന്താണ് ഹാർട്ട് റേറ്റ്, അതേപോലെ ബ്ലഡ് പ്രഷർ, ഹെപ്പറ്റൈറ്റ്, അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഉറക്കം അല്ലെ, നമ്മുടെ സ്ലീപ്പിംഗ്, അതുപോലെ നമ്മുടെ വേക്കിംഗ് സൈക്കിൾസിന്റെ കൺട്രോള്, അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ തുടങ്ങിയ നമ്മുടെ ബോഡിയിൽ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഈ ഹോർമോണൽ ആക്ടിവിറ്റീസ് ആണ്. അതായത് നമ്മുടെ ബോഡിയിൽ ഈ ഹോർമോൺസുകളുടെ അളവ് കുറയുന്നത് കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസുകളെ എല്ലാം അത് ബാധിക്കും. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും റിയാക്ഷൻ നടക്കാതിരുന്നാലോ, നമ്മുടെ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റിനെ ബാധിച്ചാലോ, നമ്മുടെ സെക്ഷൽ ഫങ്ഷൻസിനെയും റീപ്രൊഡക്ഷനെ ബാധിച്ചാലും ഒക്കെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും അല്ലെ നമ്മളെ. അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് ഹോർമോൺസ്. അതുകൊണ്ട് തന്നെ ഹോർമോൺസുകളെ പറ്റി നമ്മൾ എന്തായാലും പഠിച്ചു വെച്ചേക്കണം. എക്സാമിന് ഇത് ചോദിക്കും. അത് മാത്രമല്ല, നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് ഒരു ഐഡിയയും കിട്ടും ഈ ഹോർമോൺസുകളെ പറ്റി. അത് നമ്മുടെ ഡെയിലി ലൈഫിൽ കേൾക്കുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് നമുക്ക് പഠിക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ കുറച്ച് പുതിയ ടേംസുകളൊക്കെ ഇതിൽ പഠിക്കും. നിങ്ങൾ +1 +2 ബയോളജി പഠിക്കാത്ത ആൾക്കാരുണ്ടായിരിക്കും ഈ വീഡിയോ കാണുന്നതിൽ. അപ്പൊ അവർക്ക് കുറച്ച് പുതിയതായിട്ടുള്ള ടേംസുകൾ വരും. അത് കേൾക്കുമ്പോഴേക്കും ഇത് ഭയങ്കര പാടാണ് എന്ന് വിചാരിച്ചിരുന്നാൽ എല്ലാം പാടാണ്, എല്ലാം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്കിത് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തില് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം എത്ര പാടുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനും ഞാൻ ശ്രമിക്കും. അപ്പൊ നോക്കാം. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, നമ്മുടെ ബോഡിയിലെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകൾ ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകളും നിങ്ങൾക്ക് കിട്ടും. ബ്രെയിനിലും നെക്കിലും ചെസ്റ്റിലും ലിവറിന്റെ പോർഷനിലും അല്ല നമ്മുടെ കിഡ്നിയുടെ പോർഷനിലും അതേപോലെ നമ്മുടെ പാൻക്രിയാറ്റിക് ആ ഒരു അബ്ഡോമിന്റെ റീജിയനിലും നമുക്ക് ഈ ഹോർമോൺസുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡുകൾ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ബ്രെയിൻ ഉണ്ട്, നെക്ക് ഉണ്ട്. നമ്മൾ ആലോചിച്ചാൽ മതി, ബ്രെയിന്, നെക്ക്, ചെസ്റ്റ്, അങ്ങനെ ഓരോ പോർഷനായിട്ട് നമുക്ക് എടുത്തെടുത്ത് പഠിക്കണം. ആദ്യം നമ്മുടെ ബ്രെയിനില് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഉള്ളത്: ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പീനിയൽ. അപ്പം ഹൈപ്പോതലാമസ് ഉണ്ട്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്, പീനിയൽ ഗ്ലാൻഡ് ഉണ്ട്. ഇവരെ 3 പേരെയും നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്? ബ്രെയിനിലാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ബ്രെയിനില് എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ടുള്ള 3 പേരാണ് ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ്. ഓക്കെ അല്ലെ? അപ്പൊ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പീനിയൽ എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രെയിനിലാണ് കാണപ്പെടുന്നത്. ഇനിയും നമ്മൾ കുറച്ചും കൂടി താഴ്ത്തു വരും, നമ്മുടെ നെക്ക് റീജിയൻ എടുക്കാം. നമ്മുടെ നെക്ക് റീജിയനിൽ 2 ഗ്ലാൻഡ്സ് ഉണ്ട്. നോക്കിക്കേ, ഈ ഒരു ഫിഗറിനകത്ത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. നമ്മുടെ ട്രക്കിയയുടെ ആ ഒരു ഭാഗമാണ്, നമ്മുടെ ട്രക്കിയ തുടങ്ങുന്ന ഒരു ഭാഗം, നമ്മുടെ ലാരിങ്സിനോട് ചേർന്നിട്ടുള്ള ഭാഗം. അവിടെ നമുക്ക് നോക്കിക്കേ തൈറോയ്ഡ് ഗ്ലാൻഡ് കാണാൻ പറ്റും. ഇത് കൂടാതെ തൈറോയിഡിനുള്ളില് ഞാനിപ്പോ ഒരു സർക്കിൾ വരച്ചെടുത്ത് ഓരോ ലോബിലും 2 വീതം 4 പാരാതൈറോയിഡ് ഗ്ലാൻഡും കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പം ബ്രെയിനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോതലാമസ് ഉണ്ട്, പിറ്റ്യൂട്ടറി ഉണ്ട്, പീനിയൽ ഉണ്ട്. നെക്കിന്റെ റീജിയനിലോട്ട് വരുമ്പോൾ തൈറോയിഡ് ഉണ്ട്, പാരാതൈറോയിഡ് ഉണ്ട്. അതുപോലെ ചെസ്റ്റിന്റെ റീജിയനിൽ നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് തൈമസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. എന്തുണ്ട്?
തൈമസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. ഇത് കൂടാതെ നമ്മുടെ കിഡ്നിയുടെ മുകൾ വശത്തായിട്ട് 2 ഗ്ലാൻഡുകൾ ഉണ്ട്. അതിനെ നമ്മൾ അഡ്രിനൽ ഗ്ലാൻഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇത് എന്താണ്? അഡ്രിനൽ ഗ്ലാൻഡ്. അപ്പൊ അഡ്രിനൽ ഗ്ലാൻഡ് കാണുന്നത് കിഡ്നിയുടെ മുകൾ വശത്താണ്. നെക്കിന്റെ പോർഷനിൽ നമ്മൾ കാണുന്നത് തൈറോയിഡും പാരാതൈറോയിഡുമാണ്. ചെസ്റ്റിന്റെ ഭാഗത്ത് നമുക്ക് കാണുന്നത് തൈമസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് അബ്ഡോമിനൽ റീജിയനിലോട്ട് വരുന്ന സമയത്ത് അബ്ഡോമിനൽ റീജിയനിലോട്ട് നമുക്ക് പാൻക്രിയാസ്, നമ്മുടെ സ്റ്റൊമക്കിന്റെ താഴെ വരുന്ന പാൻക്രിയാസ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. പിന്നെ മെയിൽസിലെ ടെസ്റ്റിസും ഫീമെയിൽസിലെ ഓവറിയും എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. അപ്പം ഇവര് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു വെക്കണം? ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി പീനിയല്, തൈറോയിഡ് പാരാതൈറോയിഡ് തൈമസ്, അഡ്രിനൽ, പാൻക്രിയാസ്, ഓവറി, ടെസ്റ്റിസ് തുടങ്ങിയ 10 ഗ്ലാൻഡുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഹോർമോൺ എൻഡോക്രൈൻ സിസ്റ്റം നോക്കിക്കേ. ഈ ഒരു ഫിഗറിനകത്ത് എൻഡോക്രൈൻ സിസ്റ്റത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഫിഗറാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൈപ്പോതലാമസ്, പീനിയൽ, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്, അഡ്രിനൽ, ഓവറി, ടെസ്റ്റിസ്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഹൈപ്പോതലാമസ് നോക്കാം. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് എൻഡോക്രൈൻ സിസ്റ്റത്തിന് സെൻട്രൽ നെർവസ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോർഷനാണ് നമ്മുടെ ഈ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റത്തിന് നെർവസ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് പൊതുവായിട്ട് 2 ടൈപ്പ് ഓഫ് ഹോർമോൺസുകളെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസുകൾക്ക് 2 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. ഒന്ന്, ചില ഹോർമോൺസുകളുടെ പ്രൊഡക്ഷനെ സഹായിക്കാം. 2, ചില ഹോർമോൺസുകളുടെ ഇൻഹിബിഷൻ അഥവാ അവരുടെ പ്രൊഡക്ഷനെ എന്ത് ചെയ്യാം? തടസ്സപ്പെടുത്താം. ഇൻഹിബിറ്റ് ചെയ്യുക, തടസ്സപ്പെടുത്തുക, അല്ലെ? നോക്കിക്കാം, റിലീസ് ചെയ്യാനും സഹായിക്കുന്ന ഹോർമോൺസുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇൻഹിബിഷന് സഹായിക്കുന്ന ഹോർമോൺസുകളും ആര് പ്രൊഡ്യൂസ് ചെയ്യും? ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ റിലീസിങ് ഹോർമോൺസുകളെ RH എന്നും ഇൻഹിബിറ്റിംഗ് ഹോർമോൺസുകളെ IH എന്നുമാണ് പറയുന്നത്. റിലീസിങ് ഹോർമോൺസിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ GnRH പറയുന്ന ഹോർമോൺസുകളുടെ അബ്രിവേഷൻസ് നിങ്ങൾ ഓർത്തു വെക്കണം. അത് ചോദിക്കാറുണ്ട്. GnRH എന്ന് പറഞ്ഞാൽ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ, ഗൊണാഡോട്രോപ്പിൻസിനെ റിലീസ് ചെയ്യുന്ന ഹോർമോൺസ്, അതാണ് അതിന്റെ മീനിങ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കണം, ആരാണ് ഗൊണാഡോട്രോപ്പിൻസ്? ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറയുന്നത് ഗൊണാഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗൊണാഡ്സിൽ ആക്ട് ചെയ്യുന്ന എന്താണ്? ഹോർമോൺസ് ആണ്. അപ്പൊ ഈ ഗൊണാഡ്സിൽ ആക്ട് ചെയ്യുന്ന ഹോർമോൺസ് ആണ് LHഉം FSHഉം. ഇതെന്താണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കും. LH ഉം FSHഉം. ഈ 2 ഹോർമോൺസുകളെ നമുക്ക് പൊതുവായിട്ട് ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറയാം. ഇവരുടെ റിലീസിംഗിന് സഹായിക്കുന്നു. ഇവരെ റിലീസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറിയാണ്. പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഹോർമോൺസുകൾ റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരാണ് GnRH. നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ഹോർമോൺ കൂടിയാണ് GnRH. ഓക്കെ അല്ലെ? രണ്ടാമത് നമ്മൾ സൊമാറ്റോസ്റ്റാറ്റിന. ഇതൊരു ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണ്. ഇൻഹിബിഷൻ അല്ലെ, തടസ്സപ്പെടുത്തുന്നു. സൊമാറ്റോട്രോപ്പിനെ തടസ്സപ്പെടുത്തുന്നു. സൊമാറ്റോട്രോപ്പിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ നോക്കിക്കേ, എൻഡോക്രൈൻ സിസ്റ്റത്തിന് നെർവസ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്നു. 2 ടൈപ്പ് ഓഫ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒന്നാമത്തെ ഹോർമോൺസിനെ നമ്മൾ റിലീസിംഗ് ഹോർമോൺ എന്നും രണ്ടാമത്തെ ഹോർമോൺസിനെ നമ്മൾ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് എന്നുമാണ് പറയുന്നത്. അപ്പൊ റിലീസിംഗ് ഹോർമോൺസും ഉണ്ട്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും ഉണ്ട്. GnRH റിലീസിംഗ് ആണോ ഇൻഹിബിറ്റിംഗ് ആണോ? അത് റിലീസിംഗ് ആണ് അല്ലെ. സൊമാറ്റോസ്റ്റാറ്റിൻ എന്താണ്? ഇൻഹിബിറ്റിംഗ് ആണോ റിലീസിംഗ് ആണോ? അത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ആണ്. ഇത് കൂടാതെ ഹൈപ്പോതലാമസ് 2 ഹോർമോൺസുകളെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ 2 ഹോർമോൺസിന്റെ പേരാണ് ഓക്സിറ്റോസിൻ, അതേപോലെ തന്നെ വാസോപ്രസിൻ. പക്ഷെ ഇത് 2 നമ്മൾ ഇവിടെ പഠിക്കില്ല. എന്താണ് ഇവിടെ പഠിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓക്സിറ്റോസിനും ഈ വാസോപ്രസിനും റിലീസ് ചെയ്യുന്ന, ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണെങ്കിലും റിലീസ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് എന്ന് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇവിടെയല്ല നമ്മളത് പഠിക്കേണ്ടത്. നമ്മൾ എവിടെയാണ് പഠിക്കേണ്ടത്? പിറ്റ്യൂട്ടറിയിലാണ്. ഹൈപ്പോതലാമസ് നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ മെയിൻ്റനൻസിനും സഹായിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഓർത്ത് വയ്ക്കാം. അപ്പം എൻഡോക്രൈൻ സിസ്റ്റത്തിനെയും നെർവസ് സിസ്റ്റത്തിനെയും കണക്ട് ചെയ്യുന്നു. റിലീസിംഗ് ഹോർമോൺസുകളെയും ഇൻഹിബിറ്റിംഗ് ഹോർമോൺസുകളെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ
ബോഡി ടെമ്പറേച്ചറിന്റെ മെയിൻ്റെനൻസ് ചെയ്യുന്നു. ഇതെല്ലാമാണ് ഹൈപ്പോതലാമസിന്റെ ഫങ്ഷൻ. ഇനിയുമാണ് എൻഡോക്രൈൻ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ പറ്റി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോതലാമസുമായിട്ട് ഒരു സ്റ്റോക്ക് വഴിയാണ്, അല്ലെ, ഒരു കമ്പ് വഴി ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസിന് താഴെയാണ് ചെറിയ ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? 2 ലോബുണ്ട്, ഒരു പോസ്റ്റീരിയർ ലോബും ഉണ്ട്, ഒരു ആന്റീരിയർ ലോബും ഉണ്ട്. അപ്പം ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ അറിയപ്പെടുന്ന പേരാണ് മാസ്റ്റർ ഗ്ലാൻഡ്. മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഓക്കെ അല്ലെ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഫങ്ഷൻ നോക്കിക്കേ. ഗ്രോത്തിനെയും റീപ്രൊഡക്ഷനും സഹായിക്കും. ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ മെയിൻ ഫങ്ഷൻസ് അല്ലേ? അതേപോലെ മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെ സെക്രീഷൻസിനെ കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകളെ കൺട്രോൾ ചെയ്യും. അപ്പൊ കൺട്രോൾ ഉണ്ട് ആർക്ക്? മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ കൺട്രോൾ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവരെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? മാസ്റ്റർ ഗ്ലാൻഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ അല്ലെ? ഹൈപ്പോതലാമസിന് താഴെയായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി. മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നു. ഗ്രോത്തും റീപ്രൊഡക്ഷനും മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെ കൺട്രോളുമാണ് മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന ഏറ്റവും കൂടുതൽ ഹോർമോൺസുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ പിറ്റ്യൂട്ടറിയാണ്. നമുക്കൊരു 8-9 ഹോർമോൺസോളം പഠിക്കാനുണ്ട്. ഹൈപ്പോതലാമസ് പോലെ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു തരാൻ പറ്റില്ല, കുറച്ച് സമയം എടുത്ത് പഠിക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ആദ്യത്തെ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഹോർമോണിന്റെ പേരാണ് GH അഥവാ ഗ്രോത്ത് ഹോർമോൺ. ഒന്നാമത് നമ്മൾ പഠിക്കുന്ന ഗ്രോത്ത് ഹോർമോൺ ആണ് സൊമാറ്റോട്രോപിൻ. സൊമാറ്റോട്രോപിൻ ഈ സൊമാറ്റോട്രോപിൻ എന്ന് പറഞ്ഞ ഗ്രോത്ത് ഹോർമോൺ ആണ്. നമ്മളെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന, നമ്മളെ വളരാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് സൊമാറ്റോട്രോപിൻ. നമ്മൾ ഒരിക്കലും നമ്മൾ ജനിച്ച പോലെയല്ല ഇപ്പൊ ഇരിക്കുന്നത്, നമ്മൾ വളരുന്നുണ്ട് അല്ലെ? നമ്മുടെ സെല്ലുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡി വളരുന്നുണ്ട്, നമ്മുടെ ബോഡിയിലെ ആക്ടിവിറ്റീസ് ഒക്കെ അഡ്വാൻസ്ഡ് ആവുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നടക്കുന്നത് നമുക്ക് എന്താണ്? ഈ സൊമാറ്റോട്രോപിൻ ഉള്ളത് കൊണ്ടാണ്. സൊമാറ്റോട്രോപിൻ നോർമൽ അളവിൽ സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ ഗ്രോത്തിനെ സഹായിക്കുന്നു. എന്നാൽ സൊമാറ്റോട്രോപിന്റെ അളവ് ക്രമാതീതമായി നമ്മുടെ ശരീരത്തിൽ കൂടുകയാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അവസ്ഥ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ജൈജാൻഡിസം എന്ന് പറയുന്നത്. എന്താണ് ജൈജാൻഡിസം? അപ്പൊ ജൈജാൻഡിസം എന്ന് പറയുന്നത് എക്സസ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപിൻ ആണ് ജൈജാൻഡിസം. ഇതിനെ നമ്മുടെ മലയാളത്തിൽ ഇതിനെ ഭീമാകാരത്വം എന്ന് പറയും. ഭീമാകാരത്വം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെയാണ് നമ്മുടെ ബോഡി വളരെ, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കൈകളും കൈവിരലുകള്, നമ്മുടെ കൈകാലുകള്, നമ്മുടെ തലയൊക്കെ അൺയൂഷ്വൽ ആയിട്ട് ഗ്രോ ചെയ്യും. അപ്പൊ നമ്മുടെ ഹൈറ്റ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക്. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊമാറ്റോട്രോപിന്റെ അളവ് കൂടുന്നതാണ് ജൈജാൻഡിസം. അതേപോലെ തന്നെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കും. സൊമാറ്റോട്രോപിന്റെ അളവ് കുറയുന്നത് വഴി നമുക്ക് ഡ്വാർഫിസം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവും. ഡ്വാർഫിസം എന്താണ്? ആക്ച്വലി ഇതൊരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഒരു റിട്ടാർഡഡ് ഗ്രോത്ത് ആണ്. ആക്ച്വലി നമുക്കിത് വളരെ ഹൈറ്റ് കുറഞ്ഞ രീതിയിൽ കുഞ്ഞുങ്ങളിലൊക്കെ ഡ്വാർഫിസം എന്ന് പറയുന്നത് അവരൊരു ഹൈറ്റിൽ കൂടുതൽ അവർ വളരത്തില്ല. അപ്പം ഈ ഒരു കണ്ടീഷനാണ് ഡ്വാർഫിസം എന്ന് പറയുന്നത്. ഈ 2 കണ്ടീഷനും നമുക്കൊരു മൂവിയിൽ കാണിക്കാൻ പറ്റും. ഒരു മൂവിയിൽ ഈ 2 കണ്ടീഷനുള്ള ആൾക്കാരെയും എന്ത് ചെയ്യുന്നുണ്ട്? കാണിക്കുന്നുണ്ട്. ആ മൂവി നിങ്ങൾ കമന്റ് ചെയ്യൂ. ഒരു സിനിമയിൽ ഈ 2 കണ്ടീഷനുള്ള ആൾക്കാരെയും കാണിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ആൾക്കാരും ഉണ്ട്, ഡ്വാർഫ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ ഡ്വാർഫ് ആൾക്കാരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സിനിമയാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. അപ്പൊ നമുക്ക് അടുത്ത ഹോർമോൺ നമുക്ക് നോക്കാം. അടുത്ത ഹോർമോൺ എന്ന് പറയുന്നത് റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഹോർമോൺസ് എന്ന് വെച്ചാൽ LH ഉണ്ട്, FSH ഉണ്ട്, പ്രോലാക്റ്റിൻ ഉണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഓക്സിറ്റോസിനും പഠിക്കാം. ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് നമുക്ക് ഓർഡറിൽ തന്നെ പഠിക്കാം. LH, FSH, PRL, പ്രോലാക്റ്റിൻ, ഓക്സിറ്റോസിൻ. നോക്കിക്കേ, ഇപ്പൊ നമ്മള് 1 പഠിച്ചു, 2, 3, 4, 5 ഹോർമോൺസിനെയാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. അപ്പൊ LH ല്യൂട്ടനൈസിങ് ഹോർമോൺ എന്നാണ് LH എന്ന് പറയുന്നത്. നമ്മളിത് ഡീറ്റെയിൽ ഒരു സ്ലൈഡ് കാണിക്കും. ല്യൂട്ടനൈസിങ് ഹോർമോണും അതുപോലെ തന്നെ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും അതുപോലെ പ്രോലാക്റ്റിൻ, ഓക്സിറ്റോസിൻ. റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞത് ആക്ടിവിറ്റീസ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും അല്ലെ? LH ല്യൂട്ടനൈസിങ് ഹോർമോൺ ആണ്. നമ്മുടെ
ഈ സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണും പ്രൊജസ്റ്റിറോണും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് ല്യൂട്ടനൈസിങ് ഹോർമോൺസ്. മെയിൽസിൽ ഇവർ എന്താണ് ആക്ച്വലി ചെയ്യുന്നത് വെച്ചാൽ ആൻഡ്രോജൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. ആൻഡ്രോജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൽ സെക്സ് ഹോർമോൺസിന് പറയുന്ന പേരാണ് ആൻഡ്രോജൻസ് എന്ന് പറയുന്നത്. മെയിൽ സെക്സ് ഹോർമോൺസിൽ ഇതിൽ ഒരു ഹോർമോൺ മാത്രമാണ് നമ്മൾ പഠിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ. ആൻഡ്രോജൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. ഫീമെയിൽസിലാണെന്നുണ്ടെങ്കിൽ അതിന് ല്യൂട്ടനൈസിങ് ഹോർമോൺസ് ഓവുലേഷന് സഹായിക്കുന്നു. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ റിലീസ് ഓഫ് ഓവമാണ് നമ്മൾ ഓവുലേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അതിനെ സഹായിക്കും. അതേപോലെ നമ്മുടെ പീരിയോഡിക് സൈക്കിളിന്റെ മെയിൻ്റെനൻസ് ല്യൂട്ടനൈസിങ് ഹോർമോൺ ചെയ്യും. പിന്നെ പ്രൊജസ്റ്റിറോൺ പ്രൊഡക്ഷന് സഹായിക്കും ല്യൂട്ടനൈസിങ് ഹോർമോൺ. അതായത് FSH എന്ന് പറയുന്നത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് സ്പെർമാറ്റോജെനിസിനെയും ഊജെനിസിനെയും സഹായിക്കും. ജെനിസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ആണ്. അപ്പൊ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്നത് എന്തിന്റെ പ്രൊഡക്ഷൻ ആണ്? സ്പേമിന്റെ പ്രൊഡക്ഷൻ ആണ്. അതിനെ സഹായിക്കും. അതുപോലെ ഊജെനിസിസ് എന്ന് വെച്ചാൽ ഓവത്തിന്റെ പ്രൊഡക്ഷനെയാണ് നമ്മൾ ഊജെനിസിസ് എന്ന് പറയുന്നത്. അതിനും സഹായിക്കും. പ്രോലാക്റ്റിൻ എന്ന് പറയുന്നത് ഇതിനെ മിൽക്ക് ഹോർമോൺ എന്നാണ് പറയുന്നത്. ലാക്റ്റിൻ മിൽക്കുമായിട്ട് ബന്ധപ്പെട്ട പേരാണ് ലാക്റ്റിൻ. പ്രോലാക്റ്റിൻ എന്താണ്? മിൽക്ക് ഹോർമോൺ ആണ്. ഓക്കെ അല്ലെ? ഈ മിൽക്ക് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ഡെലിവറി ആവുന്ന ടൈമിൽ മാമറി ഗ്ലാൻഡ്സിൽ നിന്നും മിൽക്ക് ഇജക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് പ്രോലാക്റ്റിൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രോലാക്റ്റിൻ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിങ്ങിന് സഹായിക്കുന്ന, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിംഗ് അല്ല, ബ്രസ്റ്റ് മിൽക്കിന്റെ ഫോർമേഷന് സഹായിക്കുന്നതാണ് പ്രോലാക്റ്റിൻ എന്ന് പറയുന്നത്. അപ്പം FSH, LH, പ്രോലാക്റ്റിൻ. ഇനി നമ്മൾ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്, ഈ ഓക്സിറ്റോസിൻ ആക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓക്സിറ്റോസിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സ്മൂത്ത് മസിൽസിന്റെ ആണ് കേട്ടോ. സ്മൂത്ത് മസിൽസിന്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. ബേസിക്കലി ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണെങ്കിലും എവിടെയാണ് ഇത് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത് റിലീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഓക്സിറ്റോസിൻ ഡെലിവറി ടൈമില് സ്മൂത്ത് മസിൽസ് ആണല്ലോ അവിടെയുള്ളത്, ആ സ്മൂത്ത് മസിൽസിനെ കൺട്രാക്ട് ചെയ്ത് ഡെലിവറി പോസിബിൾ ആക്കാൻ സഹായിക്കുന്നതാണ്. സോ അത് നമുക്ക് അതിന്റെ കൂടെ തന്നെ പഠിക്കാം. അപ്പൊ നമ്മളിവിടെ ഓക്സിറ്റോസിൻ അങ്ങനെ 4 എണ്ണം പഠിച്ചു, മൊത്തം 5 എണ്ണം പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് മറ്റുള്ള ഹോർമോൺസ്, അല്ലെങ്കിൽ മറ്റുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകളെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, TSH ഒരു ഹോർമോൺ ആണ്. ഈ TSH ആക്ച്വലി പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതിവരെ നേരെ പോകുന്നത് തൈറോയിഡ് ഗ്ലാൻഡിലോട്ടാണ്. എന്നിട്ട് തൈറോയിഡ് ഗ്ലാൻഡിനെ പോയി സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് പറയും തൈറോയിഡ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ തൈറോയിഡ് അവരുടെ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സ്റ്റിമുലസ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇനിഷിയേഷൻ കൊടുക്കുന്ന ആളാണ് TSH അഥവാ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. പേരിൽ തന്നെ ഉണ്ട്. അപ്പൊ ഫുൾ ഫോം പഠിച്ചു വെച്ചാൽ നിങ്ങൾ അവരുടെ ഫംഗ്ഷൻ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. LH, FSHന്റെ കേസൊക്കെ മാത്രം പഠിച്ചാൽ മതി. പ്രോലാക്റ്റിനും നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്സിറ്റോസിനും ഇതുമൊക്കെ നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ വായിച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ TSH എന്താ ചെയ്യുന്നത്? തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് തൈറോയിഡ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. 4-മത്തേത് ഇപ്പൊ നമ്മൾ 5 പഠിച്ചു അല്ലെ? 5 എണ്ണം പഠിച്ചു. അടുത്തത് MSH. MSHന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. അപ്പം എവിടെയാണ് അവർ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെലാനോസൈറ്റിനെയാണ്. സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈറ്റോളജി നമ്മൾ പഠിച്ചില്ലേ? സെല്ലാണ് ആക്ച്വലി. അപ്പൊ സൈറ്റ് എന്ന് പറഞ്ഞാൽ CYTE, സൈറ്റ് സെല്ലാണ്. മെലാനോസൈറ്റ് എന്ന് പറഞ്ഞാൽ മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലാണ് മെലാനോസൈറ്റ് എന്ന് പറയുന്നത്. മെലാനിൻ എന്ന് പറയുന്നത് ഒരു പിഗ്മെന്റ് ആണ്. എന്ന ടൈപ്പ് ഓഫ് പിഗ്മെന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ബ്ലാക്ക് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ് മെലാനിൻ എന്ന് പറയുന്നത്. നമ്മുടെ മുടിക്കൊക്കെ ബ്ലാക്ക് കളർ കൊടുക്കുന്നത് മെലാനിൻ ആണ്. നമ്മുടെ സ്കിന്നിന് ബ്ലാക്ക് ടോൺ കൊടുക്കുന്നത് മെലാനിൻ ആണ്. മെലാനിന്റെ അഭാവമാണ് നമ്മുടെ സ്കിന്നിന് വൈറ്റ് ആയിട്ടിരിക്കാൻ കാരണം.
അപ്പൊ നമ്മൾ പറയും ആഹാ എന്നാ പിന്നെ മെലാനിൻ കുറയുന്നതല്ലേ നല്ലത്. ആക്ച്വലി മെലാനിൻ കുറയുന്നതല്ല നല്ലത്. നമ്മുടെ ബോഡിയിൽ മെലാനിന്റെ അളവ് കുറഞ്ഞാൽ നമ്മുടെ സ്കിൻ ഡിസീസ് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതേപോലെ തന്നെ സണ്ണിൽ നിന്ന് വരുന്ന ഹാർംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻ മൂലം പെട്ടെന്ന് നമ്മുടെ സ്കിന്നിന് ഡാമേജ് വരാനും ഈ മെലാനിന്റെ അളവ് കുറയുന്നത് കാരണമാവും. അപ്പം മെലാനിൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ബോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പിഗ്മെന്റ് ആണ്. സണ്ണിന്റെ എക്സ്പോഷറിൽ നിന്നും മറ്റ് ഡിസീസുകളിൽ നിന്നും ഒക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് മെലാനിൻ. അളവ് കുറയുന്നത് കൊണ്ടാണ് നമുക്ക് വൈറ്റ് കളർ വരാൻ കാരണമാവുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ മെലാനോസൈറ്റിനെ പോയി സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? മെലാനിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മെലാനിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഫങ്ഷൻ ഓക്കെ അല്ലേ? ഇനി അടുത്തത് ACTH. കുറച്ച് പാടുള്ള ഒരു പേരാണ്. അഡ്രീനോ. A ഫോർ അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ അഡ്രീനൽ കോർട്ടക്സിൽ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതാണ് ആരെന്ന് പറയുന്നത്? ACTH എന്ന് പറയുന്നത്. ACTH എന്ന് പറയുന്നത് അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ ആണ് ACTH. ക്ലിയർ അല്ലേ? അപ്പം അഡ്രിനൽ കോർട്ടെക്സിലാണ് ചെയ്യുന്നത്. അപ്പം TSH, MSH, ACTH ഇതെല്ലാം എന്താണ്? മറ്റുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെ ആ ഒരു എന്താണ് കൺട്രോളിനെയാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട പിറ്റ്യൂട്ടറി ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമുക്കിനി ADH എന്ന് പറയുന്നൊരു ഹോർമോൺസുകളുണ്ട്. ADH ഇത് നിങ്ങൾ കേട്ടിട്ടുള്ളത് വാസോപ്രസിൻ എന്നുള്ള പേരിലായിരിക്കും കേട്ടിട്ടുണ്ടായിരിക്കാം. ADHന്റെ ഫുൾ ഫോം ആന്റി എഗനിസ്റ്റ് എന്നുള്ള അർത്ഥമാണ്. ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ. ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറിൻ വഴി എക്സസ് വാട്ടർ ലോസിനെ പ്രിവെന്റ് ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണ് ആന്റി ഡയററ്റിക്. അതായത് വാസോപ്രസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഈ ഒരുപാട് വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്നും പോയി കഴിഞ്ഞാൽ അത് യൂറിൻ വഴി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പല മിനറൽസും അതിനകത്തുണ്ട്. നമുക്ക് അതിന്റെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് വാസോപ്രസിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിഡ്നിയുടെ റീനൽ ട്യൂബ്യൂകളിൽ നിന്നും വാട്ടറിനെ വീണ്ടും വീണ്ടും അബ്സോർബ് ചെയ്യും. അതാണ് ആരുടെ ഫംഗ്ഷൻ? വാസോപ്രസിന്റെ ഫംഗ്ഷൻ. അതുവഴി യൂറിൻ വഴിയുള്ള എക്സസ് വാട്ടർ ലോസിനെയാണ് പ്രിവെന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്? വാസോപ്രസിനെ അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയും ഹോർമോൺസ് ആണ് ഉള്ളത്. ഇപ്പൊ എല്ലാ ഹോർമോൺസിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹൈപ്പോതലാമസിന് താഴെയാണ്. ദ ഹോർമോൺസ് ഇറ്റ് പ്രൊഡ്യൂസസ് അഫക്ട് ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകളെ കൺട്രോൾ ചെയ്തിരിക്കാൻ ഓൾസോ കൺട്രോൾ ദ ഫംഗ്ഷൻ ഓഫ് അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ശരിയാണ്. ഹോർമോൺസ് സെക്രീറ്റഡ് ബൈ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണ്, ല്യൂഡനൈസിംഗ് ഹോർമോണ്, പ്രോലാക്റ്റിൻ, TSH, ACTH, GH, ഓക്സിറ്റോസിൻ, ADH, MSH ഇത്രയും ഹോർമോൺസ് ആണ് ഉള്ളത്. ഫുൾ ഫോം ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH, ല്യൂഡനൈസിംഗ് ഹോർമോൺ LH, PRL അഥവാ പ്രോലാക്റ്റിൻ, TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ACTH അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ GH, ADH എന്താണ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ, MSH മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ്. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് ആ ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ ഓർത്തൊക്കെ എളുപ്പം. അടുത്തത് പീനിയൽ ഗ്ലാൻഡ്. ഈ പീനിയൽ ഗ്ലാൻഡിനെ അറിയപ്പെടുന്നത് തേർഡ് ഐ എന്നാണ് കേട്ടോ. എന്താണ് തേർഡ് ഐ? മൂന്നാം കണ്ണ് എന്നൊക്കെ പറയില്ലേ? തേർഡ് ഐ എന്നറിയപ്പെടുന്നത് ഏത് ഗ്ലാൻഡ് ആണെന്ന് ചോദിച്ചാൽ അത് പീനിയൽ ഗ്ലാൻഡ് ആണ്. ഇത് വളരെ ചെറിയൊരു ഗ്ലാൻഡ് ആണ്. ഈ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ മിഡിൽ പോർഷനിലാണ് കാണപ്പെടുന്നത്. ഓക്കെ അല്ലെ? ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ സ്ലീപ്പ് ആൻഡ് വേക്കപ്പ് സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. എന്തിനെ കൺട്രോൾ ചെയ്യും? സ്ലീപ്പ് ആൻഡ് വേക്കപ്പ് സൈക്കിളിനെ. നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഉറങ്ങുന്നു, പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എഴുന്നേൽക്കുന്നു. ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ് അല്ലെ? നമുക്ക് ആ ടൈമിൽ ഡെയിലി ഞാൻ 10 മണിക്ക് കിടക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ആ 10 മണിയാകുമ്പോൾ ഉറക്കം വരും. രാവിലെ ഒരു സമയത്ത് എണീക്കുകയാണെങ്കിൽ എനിക്ക് ആ സമയമാകുമ്പോൾ എണീക്കാൻ തോന്നും അല്ലെ? അപ്പൊ നമ്മൾ ആ ഒരു റുട്ടീൻ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ എന്താണ്? ഈ ഗ്ലാൻഡ് ആണ്, ഈ ഹോർമോണൽ ആക്ടിവിറ്റീസ് ആണ്. ഇനിയും ഇതിന് എന്തെങ്കിലുമൊക്കെ തകരാറ് പറ്റുമ്പോഴാണ് നമ്മുടെ സ്ലീപ്പിനെയൊക്കെ അത് ബാധിക്കുന്നത്. നമുക്ക് ശരിയായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല,
അത് മാത്രമല്ല നമ്മുടെ ബോഡിയിൽ നടക്കുന്ന റെഗുലർ സൈക്കിൾസിനെ എല്ലാം ഈ പീനിയൽ ഗ്ലാൻഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറയാന്ന് പറയുന്നത് മെൻസ്ട്രൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പൊ മെൻസ്ട്രൽ സൈക്കിൾ എല്ലാ 28 ദിവസം കൂടിയിരിക്കുമ്പോഴും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. അതിനെ ആര് കൺട്രോൾ ചെയ്യും? പീനിയൽ ഗ്ലാൻഡ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നത് ഈ പീനിയൽ ഗ്ലാൻഡ് ആണ്. ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ സർക്കാഡിയൻ റിതം ഓഫ് ലൈഫ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ആക്ച്വലി ഈ പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്, മെലാറ്റോണിൻ. മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്, അല്ലെ? നമ്മുടെ ബോഡി പിഗ്മെന്റേഷനെയും സഹായിക്കുന്നുണ്ട്, മെറ്റബോളിസത്തിനെ സഹായിക്കുന്നുണ്ട്, മെൻസ്ട്രൽ സൈക്കിളിനെ സഹായിക്കുന്നുണ്ട്, സ്ലീപ്പ് ആൻഡ് വേക്കപ്പ് സൈക്കിളിനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് പീനിയൽ ഗ്ലാൻഡ്. അപ്പൊ ചെറുതാണെങ്കിലും ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആര് ചെയ്യുന്നുണ്ട്? പീനിയൽ ഗ്ലാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പീനിയൽ ഗ്ലാൻഡ് ആണ്. സർക്കാഡിയൻ റിതം ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഇങ്ങനെ വളരെ വൺ വേർഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പീനിയൽ ഗ്ലാൻഡിൽ നിന്നും വരാം. അപ്പൊ പീനിയൽ ഗ്ലാൻഡിൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ മെലറ്റോണിൻ. മെലാനിൻ അല്ല, മെലറ്റോണിൻ ആണ്. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. മെലാനിൻ പിഗ്മെന്റും മെലറ്റോണിൻ ഹോർമോണും ആണ്. ഏതോ ഒരു ഇതുപോലെ ഒരു ഇതിനകത്ത് കുട്ടികൾ ഇത് മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ, ഈ മെലറ്റോണിനും മെലാനിൻ. കാരണം ഓപ്ഷനകത്ത് മെലറ്റോണിനും ഉണ്ടായിരുന്നു, മെലാനിനും ഉണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ പീനിയൽ ഗ്ലാൻഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും മെല എന്ന് ഓർത്തിട്ട് മെലനിൻ കുത്തിയിട്ടുണ്ട്. അങ്ങനെയല്ല, ആക്ച്വലി അത് മെലറ്റോണിൻ ഉണ്ടായിരുന്നു കേട്ടോ. മെലറ്റോണിൻ ആണ് ആൻസർ. ഓക്കെ, അടുത്ത നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ആണ് കേട്ടോ. തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത് ഏത് ഗ്ലാൻഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. അപ്പൊ ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. അപ്പൊ തൈറോയിഡ് ഗ്ലാൻഡ് നമ്മുടെ നെക്ക് റീജിയനിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ തൊണ്ടയുടെ ഭാഗത്താണ് തൈറോയിഡ് ഗ്ലാൻഡ് കാണപ്പെടുന്നത്. അപ്പൊ തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസുകളെ തൈറോയിഡ് ഹോർമോൺ അഥവാ TH എന്നാണ് അറിയപ്പെടുന്നത്. തൈറോയിഡ് ഹോർമോൺസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. തൈറോയിഡ് നമ്മുടെ റിസൾട്ട് വരുന്ന സമയത്ത് T4 എന്നും T3 എന്നും ഒക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. T4 എന്ന് പറയുന്നത് ടെട്രാഐഡോ തൈറോണിൻ അല്ലെങ്കിൽ തൈറോക്സിൻ എന്നറിയപ്പെടും. അതുപോലെ ട്രൈ ഐഡോ തൈറോക്സിൻ T3. അപ്പൊ ട്രൈ ഐഡിൻ, ഐഡിന്റെ കണ്ടന്റാ പറയുന്നത് കേട്ടോ. ടെട്രാ ഐഡോ തൈറോണിനും ഉണ്ട്, ട്രൈ ഐഡോ തൈറോക്സിനും ഉണ്ട്. അതാണ് T3യും T4ഉം. ടെട്രാ ഐഡ തൈറോക്സിൻ, ട്രൈ ഐഡോ തൈറോക്സിൻ. അപ്പൊ അതിന് നമുക്ക് T4 എന്നും T3 എന്നും പറയാൻ പറ്റും. ഓക്കെ അല്ലെ? അതേപോലെ തന്നെ തൈറോ കാൽസിട്ടോണിനും ഉണ്ട്. അപ്പൊ ഈ പേരിനകത്ത് നമുക്ക് മനസ്സിലാവും കാൽഷ്യവും അയഡിനും. അപ്പം ഈ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് കാൽഷ്യം ലെവലിന്റെ മെയിൻ്റനൻസ് ചെയ്യുന്ന രണ്ടുപേരാണ് തൈറോയിഡും പാരാതൈറോയിഡും. അപ്പൊ തൈറോ കാൽസിറ്റോണിൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡിയിലെ കാൽഷ്യത്തിന്റെ മെയിൻ്റനൻസ് നടത്തുന്നു. അതുപോലെ തന്നെ തൈറോക്സിനിലും ട്രൈ ഐഡോ തൈറോണിലും കാണപ്പെടുന്ന ഒരു എലമെന്റ് ആണ് അയഡിൻ എന്ന് പറയുന്നത്. അപ്പൊ അയഡിന്റെ ഡെഫിഷ്യൻസി തൈറോയിഡ് ഗ്ലാൻഡിനെ അഫക്റ്റ് ചെയ്യുകയും ഈ ഹോർമോൺസുകളുടെ പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ അയഡിൻ അടങ്ങിയ ആഹാരം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന സാധ്യതയുള്ള ഒരു അസുഖമാണ് എന്തെന്ന് പറയുന്നത്? ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഗോയിറ്റർ എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ റിസൾട്ട്സ് ഹൈപ്പോതൈറോയിഡിസം. അതായത് നമുക്ക് ഹൈപ്പോ എന്ന് പറയുന്നത് എന്താണ്? കുറവാണ്. തൈറോയിഡത്തിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണ്. തൈറോയിഡ് ഹോർമോണിന്റെ അളവ് കുറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന അസുഖമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്രെട്ടനിസം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ക്രെട്ടനിസം എന്ന് പറയുന്നത് അയഡിൻ പ്രഗ്നന്റ് ആയിട്ടുള്ള വിമൻസിൽ അയഡിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ക്രെട്ടനിസം. അപ്പൊ നമ്മുടെ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള വിമൺ ആകുമ്പോൾ നമ്മുടെ ഈ എംബ്രിയോയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫീറ്റസിന് എന്ത് സംഭവിക്കും? ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യും. അത് കുഞ്ഞുങ്ങളിൽ ഗ്രോത്ത് കറക്റ്റ് ആയിട്ട് നടക്കാതിരിക്കുകയും അല്ലെങ്കിൽ അവരുടെ മെന്റൽ ഡെവലപ്മെന്റിനെ ബാധിക്കുകയും മെന്റൽ റിട്ടാർഡേഷൻ വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ അവരുടെ ബോഡി എല്ലാ ഓർഗൻസും ഗ്രോത്തും ഒന്നും കറക്റ്റ് ആയിട്ട് നടക്കാത്ത അവസ്ഥയും ഉണ്ടാവും തൈറോയിഡിൽ അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള വിമൻസിന് എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? അയഡിൻ അടങ്ങിയ ആഹാരങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് കുട്ടികളിൽ ക്രെട്ടനിസം ഉണ്ടാവും. അതേപോലെ തന്നെ ഗോയിറ്റർ എന്ന് പറയുന്നത് എന്താണ്? അയഡിന്റെ ഡെഫിഷ്യൻസി ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവും. പിന്നെ മിക്സഡിമ എന്ന് പറയുന്നത് കുട്ടികളിലെ അയഡിൻ ഡെഫിഷ്യൻസിയാണ് മിക്സഡിമ എന്ന് പറയുന്നത്. അല്ല, മുതിർന്നവരിലും. മിക്സഡിമ എന്ന് പറയുന്നത് മുതിർന്ന ആൾക്കാരുണ്ടാവുന്നത്.
ക്രെറ്റനിസം പോലെ മുതിർന്ന ആൾക്കാരിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ. തൈറോയിഡിലെ അയഡിൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്നതാണ്. സോ ഗോയിറ്ററും ക്രെറ്റനിസവും മിക്സഡിയയും ഒക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ടുള്ള 4 പേരെ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിത് മൊത്തം ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ കുറെ ടൈം എടുക്കുന്ന ഒരു ക്ലാസ് ആണ് എൻഡോക്രൈൻ സിസ്റ്റം. അപ്പൊ നമുക്കിത് പാർട്ട് സെക്കൻഡിൽ നമുക്ക് ഇതിന്റെ ബാക്കി നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, തൈറോയിഡ് വരെയുള്ള കാര്യങ്ങളും. പിന്നെ നമ്മൾ ബാക്കി പോർഷൻസ് എടുക്കുകയും അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും നമുക്ക് അതിന്റെ എല്ലാ ഏരിയയിലും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയും വരെ പറയുന്നുള്ളൂ. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യുക കേട്ടോ. ഈ ഒരു ക്ലാസ് ഫോളോ ചെയ്യുക, ഇതിന്റെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക, മോക്കൊക്കെ ചെയ്ത് നോക്കാം. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ.